സ്റ്റുഡൻസ്, വെൽക്കം ടു വിജ്ഞാനമിത്ര. ഇന്ന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നത് നോക്കാം. അതായത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അത് ടി ഫോർമാറ്റിലാണ്. അതായത് ടു സൈഡ്സിലും എമൗണ്ട് കോളം ഉണ്ടാകും. ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് സൈഡിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്നുമാണ് പറയുന്നത്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ലെസ് പർച്ചേസ് റിട്ടേൺസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ലൈക്ക് ക്യാരേജ്, വേജസ്, ഡോക്ക് ചാർജസ്, ഒക്ട്രോയി, റോയൽറ്റി, ഇമ്പോർട്ട് ഡ്യൂട്ടി ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ആൻഡ് റൈറ്റ് സൈഡിൽ നമ്മൾ ഇൻകമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽസ്, ലെസ് സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്, എക്സെട്ര. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കാം, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ലഭിക്കാം. ഇൻകം സൈഡ് കൂടുതലും, അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അതേസമയം ഡെബിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എക്സ്പെൻസ് സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസും ആയിരിക്കും ലഭിക്കുക. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. ഫോളോവിങ് റിലേറ്റഡ് ടു ദി ബുക്സ് ഓഫ് എ ട്രേഡർ ആസ് ഓൺ 31 ഡിസംബർ 2019. അതായത് ഒരു ട്രേഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000, പർച്ചേസസ് 36,000, സെയിൽസ് 92,000, സെയിൽസ് റിട്ടേൺ 2,000, പർച്ചേസ് റിട്ടേൺ 3,000, wages 4,000, carriage inwards 2,500, power and fuel 1,400, manufacturing expenses 1,600, closing stock 15,000. prepare trading account. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഡ്രോൺ ചെയ്യുന്നത് ടി ഫോർമാറ്റിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന് ടു സൈഡ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് സൈഡിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്നുമാണ് പറയാറുള്ളത്. ടു സൈഡ്സിലും എമൗണ്ട് കോളവും ഉണ്ടായിരിക്കും. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി ഈ ഫോർമാറ്റ് പ്രകാരം എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എപ്പോഴും എക്സ്പെൻസസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകവുമായിരിക്കും. അതായത് ഒരു ട്രേഡറുടെ ഇൻകം കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലും ആ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനുണ്ടായ എക്സ്പെൻസസ് കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലുമായിരിക്കും. അപ്പോൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പം അത് ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസസ് വരും. പർച്ചേസിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജ് പറ്റി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ സാധനം സപ്ലയേഴ്സിന് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ പർച്ചേസ്, ലെസ് റിട്ടേൺ. പിന്നെ വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. വേജസ് വരാം, അതായത് ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. അതേസമയം ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും വരുന്നത് ഇൻകം, അതായത് ഒരു ട്രേഡറുടെ ഇൻകം എന്ന് പറയുന്നത് ബൈസ് വേ ഓഫ് സെയിൽസിൽ നിന്ന് ലഭിക്കുന്ന ഇൻകമാണ് അദ്ദേഹത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ കാണിക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതുപോലെ തന്നെ സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. അതായത് നമ്മൾ സെയിൽ ചെയ്ത എന്തെങ്കിലും ഐറ്റം കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വൽ സെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോർമാറ്റ് പ്രകാരം പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം എഴുതേണ്ട ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ 2 കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ എന്നും കാണിക്കാറുണ്ട്. പുതിയ ഫോർമാറ്റിൽ അങ്ങനെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പഴയ ഫോർമാറ്റിൽ നമ്മൾ 2ഉം ബൈയും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐറ്റം 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 14,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് എമൗണ്ട് കോളത്തിൽ 14,000 എഴുതുക. അടുത്ത ഐറ്റമാണ് പർച്ചേസസ്.
പർച്ചേസസ് നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിട്ടേൺസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ച്വൽ പർച്ചേസ് എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതില്ല. ആ ഇന്നർ കോളത്തിൽ എഴുതിയതിന് ശേഷം ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അതായത് 36,000 മൈനസ് 3,000 33,000. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ് വേജസ്, ക്വസ്റ്റ്യൻ നോക്കാം. വേജസിൻ്റെ എമൗണ്ട് 4,000. ഇനി അടുത്തതാണ് ക്യാരിയേജ് ഇൻവേർഡ്സ്. ശ്രദ്ധിക്കണം, ക്യാരിയേജ് ഇൻവേർഡ്സും ഉണ്ട് ഔട്ട്വേർഡ്സും ഉണ്ട്. ഇൻവേർഡ്സ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ഔട്ട്വേർഡ്സ് നമ്മൾ P&L അക്കൗണ്ടിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. 2,500 ആണ് ക്യാരിയേജ് ഇൻവേർഡ്സിൻ്റെ എമൗണ്ട്. അടുത്ത ഐറ്റമാണ് പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ 1,400. ഇത്രയും എഴുതിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുക, ഏതെങ്കിലും നമ്മളുടെ ഐറ്റംസ് വിട്ടുപോയിട്ടുണ്ടോ എന്ന്. അടുത്ത ഐറ്റമാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആണ് 1,600. ഇത്രയും ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസസ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് റിട്ടേൺ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയ വേജസ്, ക്യാരിയേജ് ഇൻവേർഡ്സ്, പവർ ആൻഡ് ഫ്യൂവൽ, മാനുഫാക്ചറിങ് എക്സ്പെൻസ്. ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് വരിക. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ് സെയിൽസ്. 2 ഞാൻ ആദ്യം എഴുതിയതുകൊണ്ട് ഇവിടെ വീണ്ടും ബൈ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ബൈ സെയിൽസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, റിട്ടേൺസ് ഉണ്ടോ എന്ന് നോക്കുക. റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തതിന് ശേഷം മാത്രമുള്ള എമൗണ്ടേ നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കാവൂ. സെയിൽസ് 92,000 ലെസ് റിട്ടേൺ 2,000. അത് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി അതിൻ്റെ ഡിഫറൻസ് 90,000 എമൗണ്ട് കോളത്തിലും കാണിക്കണം. ഇനിയും അടുത്ത ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ഇത്രയും ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത്. നമ്മൾ ഡെബിറ്റ് സൈഡ് ഐറ്റംസും കണ്ടു, ക്രെഡിറ്റ് സൈഡ് ഐറ്റംസും കണ്ടു. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ ട്രേഡർക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എമൗണ്ട് കോളത്തിൻ്റെയും താഴെ ഒരു ലൈൻ വരയ്ക്കും. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ആകെ 2 എമൗണ്ടുകളാണുള്ളത്, 90,000ഉം 15,000ഉം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യുമ്പം 1,05,000 എന്നാണ് ലഭിക്കുന്നത്. അത് നിങ്ങൾ അവിടെ ഇപ്പോൾ എഴുതണ്ട, ജസ്റ്റ് റഫായിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഡെബിറ്റ് സൈഡ്, അതായത് എക്സ്പെൻസ് സൈഡും കൂടെ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. എക്സ്പെൻസ് സൈഡിൽ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 56,500. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഈ 2 സൈഡ്സിലും ഒന്ന് റഫായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളിങ്ങനെ എക്സാമിനൊന്നും എഴുതി വെക്കരുത്. അതും ജസ്റ്റ് ഒരു പെൻസിൽ വെച്ച് മാത്രം എഴുതുക, അതിനുശേഷം അത് എറേസ് ചെയ്ത് കളയുക. ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഈ 2 സൈഡിലും, അതായത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, അതായത് 1,05,000. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് ആയിരിക്കണം നമ്മൾ 2 സൈഡിലും ടോട്ടലായിട്ട് കാണിക്കേണ്ടത്. അതായത് ഏറ്റവും കൂടുതലുള്ള തുക തന്നെ ആയിരിക്കണം 2 സൈഡിലും നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 1,05,000 2 സൈഡിലും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 വാല്യൂവിൻ്റെയും, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും വാല്യൂസിൻ്റെ ഡിഫറൻസ് കാണുക. അതായത് 1,05,000 മൈനസ് 56,500, ദാറ്റ് ഈസ് 48,500. ആ 48,500 നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ എമൗണ്ട് കോളത്തിൻ്റെ തൊട്ട് മുകളിലായിരിക്കണം. അതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. അതായത്
ഇൻകം സൈഡാണ് ഇവിടെ കൂടുതൽ, എക്സ്പെൻസ് സൈഡ് കുറവ്. ആ ഡിഫറൻസ് വാല്യൂ നമ്മൾ എക്സ്പെൻസ് സൈഡിൽ കാണിക്കും. അതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. അതേസമയം നേരെ തിരിച്ചാണെങ്കിൽ എക്സ്പെൻസ് സൈഡ് കൂടുതലും ഇൻകം സൈഡ് കുറവുമാണെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആയിരിക്കും ലഭിക്കുക. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.